ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. എവർക്കും ഡ്രഗ് മീഡിയയുടെ പുതിയൊരു ലഡാക്ക് ട്രിപ്പിൻ്റെ എപ്പിസോഡിലോട്ട് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായി നാം ലഡാക്ക് ട്രിപ്പിൻ്റെ എപ്പിസോഡുകൾ 1 by 1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു യാത്രികന് ഉപകാരപ്പെടുന്ന ടിപ്സുകൾ അടങ്ങിയിട്ടുള്ള എപ്പിസോഡുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി നാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ലഡാക്ക് ട്രിപ്പിൻ്റെ മനോഹരമായ വീഡിയോകൾ ഇതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഒരു ലഡാക്ക് ട്രിപ്പിന് മുന്നോടിയായി നാം കയ്യിൽ കരുതേണ്ട മരുന്നുകൾ ഏതെല്ലാം എന്നുള്ളത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് കർദുങ്കല പോലുള്ളൊരു സ്ഥലത്തോട്ട് നാം യാത്ര ചെയ്യുമ്പോൾ അവിടെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. അതായത് ലാക്ക് ഓഫ് ഓക്സിജനാണ് ഈ കർദുങ്കല ഭാഗത്ത്. നമുക്കൊരു 10 മിനിറ്റിൽ കൂടുതൽ ലഡാക്കിലും മുകളിൽ കർദുങ്കലയുടെ ഭാഗത്ത് ഒരിക്കലും നിൽക്കാൻ ഇല്ലെങ്കിൽ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം അവിടെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഓക്സിജൻ്റെ അളവ് കുറവുള്ള ഈ സ്ഥലത്ത് നമുക്ക് നിൽക്കുമ്പോൾ അനവധി ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം. പ്രത്യേകിച്ച് ഒരു ആസ്മ രോഗിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ വീണ് മരണപ്പെട്ടു പോകാൻ പോലും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കയ്യിൽ കരുതേണ്ട മെഡിസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് ഉൾപ്പെടുത്തുമ്പോൾ അത് ദൈർഘ്യം കൂടിപ്പോവും. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു എപ്പിസോഡ് വരും നാളുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ലഡാക്ക് യാത്രക്ക് മുന്നോടിയായി മറ്റു ഏതെല്ലാം മരുന്നുകളാണ് നാം കയ്യിൽ കരുതേണ്ടത്, ഏതെല്ലാം ഇക്വിപ്മെൻറ്റ്സാണ് നാം കയ്യിൽ കരുതേണ്ടത് എന്ന് വിശദീകരിക്കുന്നതാണ്. സോ നമുക്ക് അതിലോട്ടൊന്ന് പോവാം. ഒരു ദൈർഘ്യമേറിയ ഒരു യാത്ര പുറപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ നെറുകയിലേക്ക് അല്ലെങ്കിൽ ഒരു ലഡാക്ക് പോലുള്ള സ്ഥലത്തോട്ട് പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിലുപരി ലോകത്തിലെ അപകടം പിടിച്ചിട്ടുള്ള റോഡ് മാർഗം അല്ലെങ്കിൽ റോഡ് പാത, ഫോർ എക്സാമ്പിൾ സോച്ചില പാസ്, കർദുങ്കല പാസ്, ലോകത്തിലെ തന്നെ ഹൈലി മോട്ടറബിൾ ആയിട്ടുള്ള 2 റോഡ് പാതകളാണ് സോച്ചില പാസും കർദുങ്കല പാസും. ഇതിലൂടെ എല്ലാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനവധി ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതിനൊരു മുൻകരുതൽ നാം എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു മുൻകരുതൽ എപ്പോഴും എടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഒരു എക്സാമ്പിളാണത്. ഇതിനകത്ത് ആദ്യമേ എടുക്കേണ്ട ഒരു മുൻകരുതലാണ് ആരോഗ്യ സംരക്ഷണം. നമ്മുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും സംരക്ഷിക്കണം. ലഡാക്ക് പോലുള്ള സ്ഥലത്തോട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇവിടെ ഞങ്ങൾ അന്ന് പോയ സമയത്ത് 14 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ, അത് മൈനസാണ്, -14 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയാണ് അപ്പോഴത്തെ അവിടുത്തെ ഒരു ടെമ്പറേച്ചർ. ഈ വീഡിയോയിൽ കാണാം. ശരിക്കുള്ള ഇപ്പോൾ ബൈക്ക് യാത്രക്കാരെല്ലാം പോകുന്ന സമയത്ത് ഈ റോഡെല്ലാം അത്രത്തോളം ഐസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവരെല്ലാം പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിൻ്റെ സമയത്താണ്, വിൻ്റർ സമയത്തല്ല. ആ സമയത്ത് അധികം ആൾക്കാർ പോകാൻ കാരണം എന്താണെന്ന് പറയുമ്പോൾ അവർക്ക് സുഖകരമായിട്ട് ഈ റോഡ് പാതയിലൂടെല്ലാം പോവാം. പക്ഷേ ഒരു കാറും വഴി പോകുമ്പോൾ നമുക്ക് ടയറിൽ ചങ്ങലെല്ലാം കെട്ടി സിമ്പിളായിട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അപകടം പിടിച്ചിട്ടുള്ള ഭാഗത്തൂടെല്ലാം നാം യാത്ര ചെയ്യുമ്പോൾ വളരെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശാരീരികപരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു, ഈ -14 അല്ലെങ്കിൽ 20 ഡിഗ്രി സ്ഥാനങ്ങളോട് നാം പോകുമ്പോൾ ശരീരത്തിന് ഒരു പക്ഷേ തണുപ്പിനോട് പൊരുത്തപ്പെട്ടു വരാൻ അത്രത്തോളം സുഖകരമാവണം എന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മികച്ച ഭക്ഷണം നാം കയ്യിൽ കരുതേണ്ടതുണ്ട്. കൂടാതെ തന്നെ മികച്ച മെഡിസിൻസ് നാം കയ്യിൽ കരുതേണ്ടതുണ്ട്. അപ്പോൾ ഈ ഭക്ഷണത്തെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ എപ്പിസോഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെങ്തി പ്രോസസ്സ് ആവും. അപ്പോൾ ആരോഗ്യമാണ് നാം പ്രധാനമായിട്ടും കരുതേണ്ടത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഏതെല്ലാം മരുന്നുകളാണ് നാം കയ്യിൽ കരുതേണ്ടത് എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ടത് മോഷൻ സിക്നെസ്. അതായത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തല കറക്കത്തിനൊക്കെല്ലാം ചാൻസ് വരും. അതോടൊപ്പം തന്നെ ഛർദി വരാനും ചാൻസ് വരും. അപ്പോൾ അനവധി ചുരങ്ങൾ കയറി ഇറങ്ങിയിട്ട് വേണം നാം ലഡാക്കിലോട്ട് എത്തിച്ചേരാൻ. പ്രത്യേകിച്ച് ജമ്മു മുതൽ ലഡാക്ക് വരെയും അല്ലെങ്കിൽ അതിനപ്പുറവും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉള്ള സ്ഥലങ്ങളിലെല്ലാം അനവധി ചുരങ്ങളുണ്ട്. റോഡ് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സ്ട്രൈറ്റ് അല്ല. പല കയറ്റവും പല ഇറക്കവും കയറി ഇറങ്ങിയതിന് ശേഷം മാത്രമേ നാം ലഡാക്കിലോട്ടോ അല്ലെങ്കിൽ ലഡാക്കിന് ശേഷമുള്ള കർദുങ്കല, നുബ്ര വാലി, അതിനുശേഷമുള്ള ചങ്ല പാസോ അല്ലെങ്കിൽ നാം പാങ്കോങ്ങിലേക്ക് അവിടെ എല്ലാം എത്തിച്ചേരാൻ അനവധി ദുർഘടമായ പാതയിലൂടെ കടന്നാൽ മാത്രമേ നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മോഷൻ സിക്നെസ്, അതായത് തലക്കറക്കം വരാനും അതോടൊപ്പം അതിന് കൂടെ ഛർദി വരാനും സാഹചര്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം നാം നമ്മുടെ കയ്യിൽ അതിനുള്ള മെഡിസിൻ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. പിന്നെ കോൾഡ്, കഫ്, ഫീവർ, അതായത് ജലദോഷവും പനിയും ചുമയും. ഓരോ സംസ്ഥാനത്തിലും പലവിധ വെള്ളവും പലവിധ ക്ലൈമാറ്റുമാണ് നാം അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ തരണം ചെയ്യേണ്ടത്. ഇതെല്ലാം നാം മറികടന്ന് പോകുമ്പോൾ അവിടെയുള്ള ക്ലൈമാറ്റിനനുസരിച്ച് നമുക്ക് പലവിധ രോഗങ്ങളും, പനി, ചുമ, കഫം, അങ്ങനെയുള്ള പലവിധ രോഗങ്ങളും വരാൻ കാരണമാവാറുണ്ട്. അപ്പോഴെല്ലാം കയ്യിൽ പാരസെറ്റാമോൾ, ഒരു കഫ് സിറപ്പ്, അതുപോലെ തന്നെ ജലദോഷം വരെയുള്ള ഏതും തരത്തിലുള്ള ആൻറ്റി ഹിസ്റ്റമിൻ ടാബ്ലറ്റ്, അതായത് കടകളിൽ പോയി കഴിഞ്ഞാൽ, ഫാർമസി പോയി കഴിഞ്ഞാൽ നമുക്ക് മേടിച്ച്
അത് കയ്യിൽ കരുതാവുന്നതാണ് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ്. കാരണം നമ്മൾ യാത്ര പുറപ്പെട്ട് ഒരു ജമ്മു എല്ലാം കഴിഞ്ഞൊരു യാത്ര മധ്യേ നമുക്ക് പെട്ടെന്നൊരു മെഡിസിൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. കാരണം ആ ഭാഗത്തൊന്നും ഫാർമസി നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യമില്ല. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടതാണ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ. നമ്മൾ ഓരോ സംസ്ഥാനത്തും ഭക്ഷണ രീതികൾ പല വിധമാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തോട് ഇണങ്ങണമെന്നില്ല. ഒരു പക്ഷേ മലബന്ധം സംഭവിക്കാം, അല്ലെങ്കിൽ അമിതമായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നൊരു സാഹചര്യം വരാം. അതായത് ലൂസ് മോഷൻ, ഡയറിയ എന്നിവ വരാനും സാഹചര്യം വരും. അപ്പോൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ഇതിനായി വേണ്ടിയിട്ടുള്ള മെഡിസിൻ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഒരു സ്മോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഒരു യാത്ര മധ്യേ ഒരു പക്ഷേ മുറിവ്, പൊള്ളൽ, ചതവ്, ഒടിവ് എന്നിവ അനുഭവപ്പെടാൻ വളരെ ചാൻസ് കൂടുതലാണ്. ആയതിനാൽ നമ്മൾ ഓടിക്കുന്ന വാഹനം ഏതായാലും വേണ്ടില്ല, അതിനകത്തൊരു ചെറിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. ഒരു ഫാബ്രിക് ബാൻഡേജ്, ഗോസ് പാഡ്, പ്ലാസ്റ്റർ, ഗോസ് റോള്, സൈസർ, ഫസ്റ്റ് എയ്ഡ് ട്രാപ്പ് റോള്, പിന്നെ പൊള്ളിയതിന് മുറിവിന് ഉപയോഗിക്കുന്ന സ്പ്രേസ്, പിന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ഓയിൻമെൻറ്റ്, കൂടാതെ ഒരു കോട്ടൺ, അങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് ഒരു സ്മോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് വെക്കാവുന്നതാണ്. പിന്നെ എക്സ്ട്രാ കയ്യിൽ കരുതേണ്ടത് വിക്സ്, ഹെഡ് തലവേദന വരുമ്പോൾ വിക്സ് ഉപയോഗിക്കാം. പിന്നെ ഒരു ഇൻഹലേഷൻ, മൂക്കിൽ വലിക്കാവുന്ന ഈ വിക്സിന് തന്നെ ഒരു ഇൻഹലേഷൻ ഉപയോഗിക്കാം. പിന്നെ സ്ട്രെപ്സിൽസ്, തൊണ്ടവേദന കാര്യങ്ങൾ വരുമ്പോൾ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ ഒരു ORS, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് പൗഡർ, ഇതുപോലുള്ള കാര്യങ്ങൾ നാം എപ്പോഴും കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ് ഒരു യാത്രക്ക്. ഇതുമാത്രമാണ് ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ യാത്രയ്ക്ക് ഏതെല്ലാം തരത്തിലുള്ള മെഡിസിൻസാണ് കയ്യിൽ കരുതേണ്ടത് എന്നുള്ളത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു മെഡിസിൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്തിൽ, ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഫാർമസികളൊന്നും കാണാൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം എപ്പോഴും മുൻകരുതലായിട്ട് യാത്രയുടെ മുന്നേ തന്നെ ഇതുപോലുള്ള മെഡിസിൻ എല്ലാം കയ്യിൽ കരുതി യാത്ര പുറപ്പെടുന്നത് നല്ലതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്